വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഡയറീസ് തന്മയ. അപ്പോൾ ഗൈസ്, നമ്മൾ ചെയ്യാൻ പോകുന്നൊരു വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഡേ ഇൻ മൈ ലൈഫാണ്. അപ്പോൾ ഞാൻ കുറേ ദിവസം ഡേ ഇൻ മൈ ലൈഫ് ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഇന്ന് ചെയ്യാമെന്ന് വിചാരിച്ചു. ഞാൻ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ പല്ലൊക്കെ തേച്ചു, പല്ല് തേച്ച് മുടിയൊക്കെ കെട്ടി സെറ്റായി. ഇപ്പോൾ ഇവിടെ സമയം ഏകദേശം 8:20 നാട്ടിൽ 10:45 കാണും. ഞാൻ എഴുന്നേറ്റപ്പോൾ 10 മണിയായി, നാട്ടിൽ ഇവിടുത്തെ 8 മണിയായി. സോ അപ്പോൾ ഞാൻ ചായ കുടിക്കാൻ പോവാണ് ഗൈസ്. ചായ വെച്ചില്ലേ? അടുക്കളയിൽ പോയി നമുക്ക് നോക്കാം. ഉമ്മച്ചൻ്റെ ചായ എന്തി? ചായ എന്തി? മറ്റേ ചായ തരാം. മറ്റേ വ്ളോഗാ? ഇത് പൂരിക്കുള്ള കറിയാണ്. അമ്മച്ചി അവിടെ കറിയൊക്കെ എടുത്തോണ്ടിരിക്കുകയാണ് രാവിലത്തേക്ക്. അപ്പോൾ ചായ, എനിക്കുള്ള ചായ ഇവിടെ കിട്ടിയിട്ടുണ്ട്. നമുക്ക് ചായ കുടിക്കാം. ഡേ ഇൻ മൈ ലൈഫ് ആടാ. അപ്പോൾ നമ്മളിതാ ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. ചായ കുടിച്ച് പകുതിയായപ്പോഴത്തേക്കും ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇതാ മണിക്കൂറിന് ഇവിടെ നിന്ന് പാല് കുടിക്കുകയാണ്. അവന് പൂരി കേട്ടോ, അവന് കറിയൊന്നും വേണ്ട പൂരിക്ക്. എനിക്കിപ്പോൾ ഇഡലിയും സാമ്പാറും ചമ്മന്തിയാണ്. അപ്പോൾ ഞാൻ ചായ കുടിച്ചിട്ട് കാണാം. അപ്പോൾ ഞാൻ കഴിച്ചിട്ട് വന്നു. ഞാൻ ഇഡലി കഴിച്ചത്. ഞാൻ 4 ഇഡലിയായിരുന്നു എടുത്തത്, പക്ഷെ ഞാൻ 3 കഴിച്ചുള്ളൂ. അപ്പോൾ ഇനിയിപ്പോൾ ഇവിടെ സമയം ഏകദേശം 8:45 നാട്ടിൽ 11 മണിയൊക്കെ ആയിട്ടുണ്ടാവും. 11 മണി 11:15 ആയിട്ടുണ്ടാവും. അതിന് ശേഷം ഇവിടുത്തെ ഒരു 9:30 വരെ ഞാൻ ഫോണിൽ കളിക്കും. 9:30 ആകുമ്പോഴത്തേക്കും കുളിക്കാൻ വേണ്ടിയിട്ട് തലയിൽ എണ്ണ തൂക്കാൻ പോകും. അപ്പം ഇവിടെ 8:45 അപ്പം ഞാൻ ഇപ്പോൾ ഫോണിൽ കളിക്കേണ്ട സമയമാണ്. 8:45 തൊട്ട് 9:30 വരെ ഒക്കെ ഞാൻ ഫോണിൽ കളിക്കും. സോ അപ്പോൾ ഇനി ഞാൻ എണ്ണ വയ്ക്കാൻ നേരത്ത് കാണാം. അപ്പോൾ ഇവിടെ ഏകദേശം സമയം ഇപ്പോൾ 9:15 ഇനി 15 മിനിറ്റ് കൂടെ നമുക്ക് കളിക്കാൻ പറ്റുമോ. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ഒരു പുതിയ വീഡിയോ ഇടാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ സാധാരണ എല്ലാ ദിവസവും ഒന്നില്ലെങ്കിൽ വൈകുന്നേരം ഇവിടെ സൗണ്ട് വരുന്നുണ്ട്, പുറത്തുനിന്ന് റോഡ് പണി നടക്കുന്നുണ്ട് കേട്ടോ, അതുകൊണ്ടൊരു സൗണ്ട് വരുന്നുണ്ട്. ഒന്നില്ലെങ്കിൽ വൈകുന്നേരം വീഡിയോ ഇടും, ഇല്ലെങ്കിൽ രാവിലെ വീഡിയോ ഇടും പുതിയത്. അപ്പോൾ ഞാൻ വൺ ഡേ ഒരു ദിവസം ഇട്ടിട്ട് ഒന്നരാടാണ് ഞാൻ എല്ലാ ദിവസവും വീഡിയോ ഇടാറ്. കണ്ടൻ്റ് ഒന്നും കിട്ടിയില്ലെങ്കിൽ അങ്ങനെയൊന്നും ഇടില്ല, നോർമലി അങ്ങ് ഇട്ട് പോവും. അപ്പോൾ എനിക്കിപ്പോൾ 2-3 വീഡിയോസ് പെൻഡിങ് ഉണ്ട് ഇടാൻ. അപ്പോൾ ഞാൻ ഒന്നരാട് ഇടാമെന്ന് വിചാരിച്ചു. കഴിഞ്ഞ ദിവസം ഞാനൊരു ഡാൻസ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, പാത്തൽ പരിസ. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ പോയി കാണുക. അപ്പോൾ ഇന്ന് ഞാനിപ്പോൾ ഒരു വീഡിയോ ഇടാൻ പോവാണ്. അപ്പോൾ അത് എല്ലാവരും പോയി കാണണം. അപ്പോൾ ഞാൻ അതിൻ്റെ ലിങ്ക്, ആ 2 വീഡിയോയുടെയും ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ ഞാൻ വീഡിയോ കുറച്ചൊന്ന് എഡിറ്റ് ചെയ്യാനുണ്ട്, അതൊക്കെ എഡിറ്റ് ചെയ്തിട്ട് വേണം എനിക്ക് ഇടാൻ വേണ്ടിയിട്ട്. പാട്ട് കയറ്റണം. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. പിന്നെ ഞാൻ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് കുളിക്കാൻ നേരം വരാം. അപ്പോൾ അവിടെ 9:30 അപ്പോൾ ഞങ്ങൾ ഫോണൊക്കെ താഴ്ച്ചു. ഇതന്നെ മുടി വീട്ടിലിരിക്കുമ്പോൾ ഞാൻ ഇങ്ങനെയൊക്കെ ഇരിക്കാറ്. അപ്പോൾ 9:30 ഇപ്പോൾ ഫോണെല്ലാം താഴെ വെച്ച് കഴിഞ്ഞിട്ട് ഇപ്പോൾ 9:45 സനിയമ്മ തലയിൽ എണ്ണ വെച്ച് തരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ഇവിടെ ബെഡിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതാട്ടോ ഞങ്ങൾ കിടക്കുന്ന ബെഡ് ഇത്. അപ്പോൾ കുറച്ച് കലങ്കലായിട്ട് കിടക്കുകയാണ്, അതിന് കളിച്ചുകൊണ്ടാണ്. കളി കഴിഞ്ഞ് ഞങ്ങൾ രണ്ടും കൊണ്ട് ഇത് ക്ലീനാക്കി വെക്കും. മണിക്കൂട്ടം എന്തായിട്ടുണ്ട്. ഇന്നലെ രാത്രി ഞാൻ ഈ ബെഡ് ഇന്നലെ അവൻ തന്നെ ക്ലീനാക്കി, ഞാൻ ക്ലീനാക്കാൻ പോയില്ല. അപ്പം കളിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങൾ രണ്ടും കൂടെ ക്ലീനാക്കും. പിന്നെ എന്താ, അത്രയൊക്കെ ഉള്ളൂ. പിന്നെ ഇതാട്ടോ ഗൈസ്, ചെറുതിലത്തെ ഞാൻ 6 വയസ്സുള്ളപ്പം ഉള്ള ഞാനാണിത്. പിന്നെ ഇടയ്ക്കിനെ ഇരിക്കണം. അപ്പോൾ ഞങ്ങൾ രണ്ടും കളിക്കട്ടെ. അപ്പോൾ കളിച്ച് കഴിഞ്ഞിട്ട് ഞാൻ വീഡിയോ എടുക്കാം. അപ്പോൾ ഞാൻ വീഡിയോ പോസ്റ്റ് ചെയ്തത് ഞാൻ പറഞ്ഞായിരുന്നു നേരത്തെ. വീഡിയോ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. അതിനുശേഷം ഞങ്ങൾ കുറച്ച് നേരം കളിച്ച് ഞാൻ കുളിക്കാൻ പോകണത് തലയിൽ എണ്ണ വെച്ചു. കുറച്ച് നേരം ഉണ്ടാക്കുള്ള മണിക്കൂറിൻ്റെ തലയിൽ എണ്ണ വെച്ചു. ഞാൻ നിങ്ങൾ വിചാരിക്കും ഞാൻ അതൊക്കെ എന്താണ്, ഞങ്ങളൊരു ഡാൻസ് പ്രാക്ടീസിലായിരുന്നു ഗൈസ്. അതുകൊണ്ട് ഞങ്ങളിങ്ങനെ കുച്ചിനി മാർത്തപ്പെട്ടി ഞങ്ങൾ ഇടയ്ക്ക് ഡാൻസ് കളിക്കാറുണ്ട് ഇവനായിട്ട്. അപ്പോൾ ഞാനിവനെ പഠിപ്പിച്ചു കൊടുക്കും. അപ്പോൾ എനിക്കിനിയിപ്പോൾ കുളിച്ച് കഴിഞ്ഞിട്ട് എനിക്ക് ഡാൻസ് പ്രാക്ടീസ് ചെയ്യണം ഭരതനാട്യത്തിൻ്റെ. അത്
ഞാൻ അങ്ങോട്ട് ഭരതനാട്യം പഠിക്കുന്നുണ്ട്. അപ്പോൾ അത് ഇരുന്നെങ്കിൽ മറന്നു പോകുന്നു വിചാരിച്ച് ഞാൻ എല്ലാ ദിവസവും അപ്പോൾ ചെയ്യാറുണ്ട് പ്രാക്ടീസ്. അപ്പോൾ ഞാൻ ഡ്രസ്സ് എടുക്കാൻ വേണ്ടി വന്നാൽ ഈ ഒരു വാർഡ്രോബിലാണ് എൻ്റെ മണിക്കൂറിൻ്റെ ഡ്രസ്സ് വെച്ചേക്കുന്നത്. അവസാനത്തെ 3 തട്ടാണ് ഉള്ളത്. അതിൽ അവസാനത്തെ തട്ടിലാണ്, അവസാനത്തെ തട്ടിലാണ്. സോ അപ്പോൾ ഞാൻ ഇനി കുളിച്ചിട്ട് വരാം. അപ്പോൾ ഞാൻ കുളിച്ച് കഴിഞ്ഞ് വന്നു. അപ്പോൾ അതെ കുളിച്ച് കഴിഞ്ഞ് നമ്മൾ അമ്മ എനിക്ക് ജ്യൂസ് ഉണ്ടായിരുന്നു, മാംഗോ ജ്യൂസ് കേട്ടോ. അപ്പോൾ കുളിച്ച് കഴിഞ്ഞാൽ കുറച്ച് സമയമായി, ഞാൻ വീഡിയോ എടുക്കാൻ മറന്നു പോയതാണ്. അപ്പോൾ ഞാനിവിടെ റീൽസും കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഇനി ഇച്ചിരി കഴിഞ്ഞിട്ട് ഞാൻ ഡാൻസ് പ്രാക്ടീസ് ചെയ്യും, ചിലപ്പോൾ മണിക്കൂറിനെയും കൂട്ടും. അപ്പോൾ ഞാൻ ഈ ജ്യൂസ് കുടിച്ചിട്ട് ഡാൻസ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ കാണാം. അപ്പോൾ ഞാൻ ഡാൻസ് പ്രാക്ടീസ് ചെയ്യാൻ പോകുന്നത് ജ്യൂസ് കുടിച്ച് കഴിഞ്ഞു. അപ്പോൾ ഇനി ഞാൻ എന്തെങ്കിലും റീൽസൊക്കെ എനിക്ക് എടുക്കാനുള്ള ഡാൻസ് പ്രാക്ടീസ് ചെയ്യും. പിന്നെ കുറച്ച് നേരം ഭരതനാട്യം ഡാൻസ് പ്രാക്ടീസ് ചെയ്യും. പിന്നെ ചിലപ്പോൾ സിനിമാറ്റിക് ഡാൻസ് കളിക്കും. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. എൻ്റെ കൈ കുടുങ്ങി. അപ്പോൾ അതിനോട് ഇരുന്ന് ഫോണിൽ കളിയാണ് കേട്ടോ, കട്ടിലിരുന്ന് കണ്ട. അപ്പോൾ ഞാനിനി ഡാൻസ് പ്രാക്ടീസ് ചെയ്യാൻ പോവാണ്. എനിക്കിപ്പോൾ ഒരു ഭരതനാട്യം ഡാൻസ് റീൽ എടുക്കണം എന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ചെയ്യാൻ പോവാണ് ഡാൻസ്. സോ അപ്പോൾ ഞാൻ ഇനി ഡാൻസ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ വീഡിയോ എടുക്കാം. അപ്പോൾ ഞാനാണെങ്കിൽ ഹേയ് ഗായ്സ്, അപ്പോൾ ഞാൻ മുടി വെട്ടിയിരുന്നു ഗായ്സ്. ഞാൻ ഡാൻസ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ ചന്ദ്രചൂട് എനിക്ക് ഷോർട്സ് ഇടണം. അപ്പോൾ ഒരു ഭരതനാട്യം ഡാൻസ് കളിച്ച് ഷോർട്സ് ഇടുന്നുണ്ട് എനിക്ക്. ഞാൻ ചന്ദ്രചൂടയാണ് എടുത്തത്. അപ്പോൾ എനിക്ക് ഭയങ്കര ഇത് കളിച്ച് കഴിഞ്ഞില്ല. ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയം എൻ്റെ കാലിൻ്റെ ഈ ഒരു ഭാഗത്ത് മുട്ടിൻ്റെ താഴോട്ട് ഇച്ചിരി വേദന എടുത്തു. നമ്മൾ ഡാൻസ് കളിക്കുമ്പോൾ അരമണ്ഡലം നിൽക്കണമല്ലോ. എനിക്ക് അരമണ്ഡലം നിൽക്കാൻ പറ്റുന്നില്ല, എനിക്ക് വേദന എടുക്കുന്നത്. അപ്പോൾ ഞാൻ ഡാൻസ് കളി നിർത്തിയിട്ട് പോകുന്നു. ഇപ്പോൾ രാത്രി ഡാൻസ് കളിക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. എനിക്കൊരു കാര്യം പറയണം. ഒന്നാമത് എൻ്റെ ചേച്ചിയുടെ കൈ മുഴുവൻ ഞാൻ ഒടിച്ചിരിക്കും. എൻ്റെ ഈ കൈ വേദനയാണ്. ഞാനിപ്പോൾ രണ്ട് കൈയും ഇല്ല, ഈ കൈ മാത്രമേ ഉള്ളൂ. എനിക്ക് ഇവനാണോ ചെയ്തത് അതോ എൻ്റെ കൈ എവിടെയെങ്കിലും ഇടിച്ചാണോ എന്ന് അറിയത്തില്ല. എനിക്ക് 2-3 ദിവസം ഈ കൈ ഭയങ്കര വേദനയാണ്. ആ വേദന എന്തെങ്കിലും കൈ അനക്കുമ്പോൾ ഡാൻസ് കളിച്ചുമ്പോൾ എനിക്ക് നല്ല വേദന എടുക്കുന്നത്. രാത്രി എനിക്ക് എപ്പോഴും വേദന, ഉറങ്ങാൻ സമയമാകുമ്പോഴത്തേക്കും. അപ്പോൾ എനിക്കിപ്പോൾ ഇന്ന് ഒരു 2 റീൽ എടുക്കണം. മറ്റേ ഇപ്പം ട്രെൻഡിങ് കണ്ടില്ല ഇല്ലുമിനാട്ടി ആവശ്യത്തിലെ പാട്ടില്ലേ, അതെടുക്കണം. ഇന്ന് ഞങ്ങൾ പുറത്ത് പോകുന്നുണ്ട്, അപ്പോൾ എടുക്കണം. പിന്നെ അത്രയൊക്കെ ഉള്ളൂ. പിന്നെ ഇപ്പോൾ എനിവേസ് ഞാൻ പ്രത്യേകിച്ചൊന്നും ചെയ്യില്ല. ഞാനിന്ന് ഫോണിൽ കളിക്കും. എനിക്ക് റൈറ്റിംഗ് പ്രാക്ടീസ് ചെയ്യണം ഗൈസ്. ഞാൻ എല്ലാ ദിവസവും ഹാൻഡ് റൈറ്റിംഗ് ഇമ്പ്രൂവ് ആക്കാൻ വേണ്ടി റൈറ്റ് ചെയ്യുന്നുണ്ട്. എനിക്ക് ഹാൻഡ് റൈറ്റിംഗ് ഇമ്പ്രൂവ് ആക്കണമെന്നുണ്ട്, പക്ഷേ എനിക്ക് മടിയാണ്. അവന് റൈറ്റിംഗ് പ്രാക്ടീസ് ചെയ്യാൻ മടിയാണ്, പക്ഷെ ഞാൻ എല്ലാ ദിവസവും ചെയ്യാറുണ്ട്. അപ്പോൾ ഇനി ഞാൻ അത് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഞാൻ മിക്ക ദിവസങ്ങളിലും ഞാൻ ചെയ്യാറുണ്ട് ഗൈസ്. ഇവനത് കാണാറില്ല. 4 ദിവസം ഇവൻ 4 ദിവസം ഞാൻ ചെയ്തേ കണ്ടുള്ളൂ. ഞാൻ മിക്ക ദിവസങ്ങളിലും ചെയ്യാറുണ്ട്, അവൻ കാണാറില്ല. അപ്പോൾ ഞാൻ ഇനി പോയി റൈറ്റിംഗ് പ്രാക്ടീസ് ചെയ്തിട്ട് വരാം ഫ്രണ്ട്സ്. അപ്പോൾ ഞാൻ എന്താ റൈറ്റിംഗ് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ചെയ്ത് പകുതി പോലും ആയിട്ടില്ല. ഞാൻ 2 ലൈൻ എഴുതിയേ ഉള്ളൂ. ഞാൻ സീക്രട്ട് അവനിവിടെ ഉണ്ട് ഗൈസ്, കാണുന്നില്ലായിരുന്നു. ബോർബോൺ ബിസ്ക്കറ്റ് കഴിക്കണേ. ഞങ്ങൾ ഇങ്ങോട്ട് വന്നപ്പോൾ കുറച്ച് സ്റ്റോറി ബുക്ക് കൊണ്ടുവന്നു. അപ്പോൾ അതിൽ പറഞ്ഞാൽ ഇപ്പോൾ സീക്രട്ട് ഗാർഡൻ എന്ന് പറഞ്ഞ ബുക്ക്. അതിനിപ്പോൾ കുറേ ചാപ്റ്റർ ഉണ്ട്. അതിനകത്ത് ഒരു ചാപ്റ്ററാണ് ഞാനിപ്പോൾ എഴുതിക്കൊണ്ടിരിക്കുന്നത്, ദ നെസ്റ്റ് ഓഫ് മൈസിൽ ത്രഷ്. ഒരു പേജ് ഞാൻ എഴുതും, ഒന്നല്ലെങ്കിൽ 1/2 പേജ് അല്ലെങ്കിൽ 3/4 പേജ് അങ്ങനെ എഴുതുള്ളൂ. എനിക്ക് കുറച്ചൊക്കെ മടിയുണ്ട്, എന്നാലും ഞാൻ എഴുതും. സ്റ്റോറി ബുക്കാണ്. അതെ ഗൈസ്, അവൻ്റെ ബർത്ത്ഡേ ഗിഫ്റ്റ് കിട്ടിയ സ്റ്റോറി ബുക്കാണ്. എനിക്ക് മേടിക്കണം കുറച്ച് സ്റ്റോറി ബുക്ക്. എനിക്ക് ദ വിംബി കിഡ് എന്ന് പറഞ്ഞൊരു ബുക്ക് വാങ്ങണം. അപ്പോൾ ഞാൻ ഇനി എഴുതി കഴിഞ്ഞ് വീഡിയോ എടുക്കാം. അപ്പോൾ ഞാൻ റൈറ്റിംഗ് പ്രാക്ടീസൊക്കെ ചെയ്ത് കഴിഞ്ഞു. ഞാൻ കാണിച്ചു തരാം. ഇതാ കേട്ടോ, ഞാൻ 3/4 പേജ് എഴുതി ഗൈസ്. അവൻ ഇത്ര നേരം ബുക്ക് വായിക്കുമായിരുന്നു, അവൻ വായിച്ചു കഴിഞ്ഞു ഗൈസ്. 2 ചാപ്റ്റർ വായിച്ചു കഴിഞ്ഞു. പീറ്റർ പാൻ്റെ ബുക്ക്, പീറ്റർ പാൻ എന്ന് പറഞ്ഞ ബുക്കാണ്. അപ്പോൾ ഞാൻ ഈ ഒരു പേജ് ഫുള്ള് എഴുതി, ഇത്ര എഴുതി. പിന്നെ ഹാൻഡ് റൈറ്റിംഗ് കുറച്ച് ഇത്രയായി ഗൈസ് എൻ്റെ. ഞാൻ ഒരു ദിവസം മലയാളമാണെങ്കിൽ ഒരു ദിവസം ഇംഗ്ലീഷ് അങ്ങനെയാട്ടോ എഴുതുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ തുണി എടുക്കാൻ പോയി. പിന്നെ ഞാൻ അതിൻ്റെ ഇടയിൽ ഡൈനിങ് ഹാളിലായിരുന്നു ആദ്യം ഇരുന്നത്. പിന്നെ ഞാൻ ഇവിടെ വന്നിരുന്നു. അപ്പോൾ
പിന്നെ ഞാൻ കട്ട് ഫ്രൂട്ട്സ് ഒക്കെ കഴിച്ചു, കുറച്ച് ആപ്പിൾ കഴിച്ചു. അപ്പോൾ ഇപ്പോൾ ഇവിടെ സമയം ഏകദേശം 11:45. ഇനി ഒരു മണിയൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മൾ ഫുഡ് കഴിക്കും. അതിന് മുമ്പ് ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ ഞാൻ കാണിക്കാം. അപ്പോൾ ഇനി ഞാൻ ഫോണിൽ കളിക്കാൻ പോകുന്നത്. അപ്പോൾ അത്രേ ഉള്ളൂ. അപ്പോൾ ഞാനാണെങ്കിൽ ഫോണിൽ കളിച്ചില്ല. അതിന് പകരം ഞാൻ വിചാരിച്ചു മണിക്കൂറിൻ്റെ വെക്കേഷൻ അസൈൻമെൻറ്റ് ചെയ്യാനുണ്ട് കുറച്ചൊക്കെ. ഹോളിഡേ അസസ്മെൻ്റ് ഉണ്ട്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു അത് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞങ്ങൾ 4-5 സബ്ജക്റ്റ് എന്തോ ഉണ്ട്. ഇംഗ്ലീഷ്, ഹിന്ദി, മാത്സ്, മലയാളം, EVS 5 സബ്ജക്റ്റ് ഉണ്ട്. അപ്പോൾ ഞങ്ങളതിൽ 2 സബ്ജക്റ്റ് ചെയ്തു. ഇന്ന് EVS സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അപ്പം ഞാൻ കുറച്ചൊക്കെ ചെയ്തു. പിന്നെ ഒരു ഫോൾഡർ ഉണ്ടാക്കാനൊക്കെ ഉണ്ടായിരുന്നു. ഫോൾഡർ മാത്സിന് വേണ്ടിയിട്ട് ഫോൾഡർ ഉണ്ടാക്കണമായിരുന്നു. ഫോൾഡർ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളിനി അസൈൻമെൻറ്റ് ചെയ്യുമ്പോൾ കാണാം. അസൈൻമെൻറ്റ് മാത്സിലാണെങ്കിൽ ഇതിന് നമ്പർ നെയിംസ് 1 to 100 വരെ എഴുതാനുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഒറ്റയടിക്ക് എഴുതുന്നില്ല. ഞങ്ങൾ ഓരോ ദിവസങ്ങളിൽ 1 തൊട്ട് 10 വരെ, അത് കഴിഞ്ഞ് 11 to 20 അങ്ങനെ എഴുതി പോവാണ്. ഇപ്പം ഇന്നലെ ഞങ്ങൾ 30 to 40 വരെ എഴുതി. ഇന്ന് 40 to 50 ആണ് എഴുതാൻ പോകുന്നത്. അപ്പം മാത്സിൻ്റെ കുറച്ചപ്പോൾ കംപ്ലീറ്റ് ആക്കാനുണ്ട്. പിന്നെ ഇവനെന്തോ കെനലുണ്ടാക്കുന്നു ഡോഗിനായിട്ട്. അത് നാട്ടിൽ ചെന്നിട്ട് ഉണ്ടാക്കുന്നുള്ളൂ. ഇവിടുന്ന് അങ്ങോട്ട് കൊണ്ടുപോകുമ്പോഴത്തേക്കും ഡാമേജ് ആവും അത്. അതുകൊണ്ടാണ്. അപ്പോൾ ഞങ്ങളിനി എന്താ ചെയ്യേണ്ടത്? കുറച്ച് A4 പേപ്പർ എടുക്കണം. ഇതിനകത്തൊന്നും ഉണ്ടാവില്ല. ഓക്കെ, A4 പേപ്പർ എടുത്തു. ഇവിടെയാണ് ഞങ്ങളുടെ എല്ലാ സാധനങ്ങളും വെച്ചേക്കുന്നത്. A4 പേപ്പർ, പെന്ന്, പെൻസില്. ഇതിനകത്താണ് ഞങ്ങളുടെ എല്ലാ പെന്ന്, പെൻസില്, കളറ് അങ്ങനെ എല്ലാം ഇട്ട് വെച്ചേക്കുന്നത് ഇതിനകത്താണ്. അപ്പോൾ പിന്നെ ബുക്ക് എല്ലാം ഞങ്ങൾ എക്സാമിന് എഴുതിയതാണ്. 40 വരെ. അപ്പോൾ ഇനി 50 തൊട്ട് എഴുതിക്കും. പെൻസിലെടുക്കണ്ടേ? അപ്പോൾ ഇനി അസൈൻമെൻറ്റ് ചെയ്തിട്ട് കാണാം. അപ്പോൾ നമ്മൾ അസൈൻമെൻറ്റ് ചെയ്ത് മറ്റേ 41 to 50 എഴുതി. അത് കഴിഞ്ഞ് EVSൻ്റെ ചെയ്യാനായിട്ട് എന്തായിരുന്നു, നമുക്ക് ഫേവറേറ്റ് ഫെസ്റ്റിവലിനെ കുറിച്ച് എഴുതാനായിട്ട്. അപ്പം വിഷുവിനെ കുറിച്ച് എഴുതി. 10 സെൻറ്റൻസാണ് എഴുതാമെന്ന് പറഞ്ഞത്. ഇന്നിപ്പോൾ 2 സെൻറ്റൻസ് എഴുതിയുള്ളൂ. ഞങ്ങൾ രണ്ടും മടുത്തു. എനിക്കും മടി, അവനും മടി. അവന് കൈ വേഗം എടുക്കുന്നു, എനിക്ക് മടിയാണ്. അപ്പോൾ ഞാൻ ഇനി ഇതൊക്കെ അടുക്കി വെക്കണം. അടുക്കി വെച്ചിട്ടുണ്ടെങ്കിൽ പണി പാടും. അതുകൊണ്ട് ഞാൻ അടുക്കി വെക്കട്ടെ. അപ്പോൾ ഇനി അടുക്കി വെച്ചിട്ട് കാണാം. ഇവിടെ ഏകദേശം ഇപ്പോൾ 12:45. അപ്പോൾ ഞങ്ങൾ ഇവിടെ മുട്ട പൊരിക്കുന്നത് വ്ളോഗ് എടുക്കുമെന്ന് വെച്ചി മുട്ട പൊരിക്കുകയാണ് ഉച്ചക്കത്തേക്ക് എനിക്ക് മണിക്കൂറിനും വേണ്ടിയിട്ട്. അപ്പോൾ ആദ്യം ഞാൻ പൊരിക്കാമെന്ന് പറഞ്ഞിരുന്നു, പിന്നെ ഞാൻ പൊരിച്ചില്ല. അപ്പോൾ ഞാൻ മണിക്കൂറിനെ കാണിച്ചില്ല. അവനവിടെ മുറിയിൽ ഫോണിൽ കളിക്കുമായിരിക്കും. അല്ല കഴിച്ച് ചുമ്മാ കിടക്കുക. വാഹിദ്. ഞങ്ങൾ ഇവിടെ അറബിക്കിൽ 1 തൊട്ട് 10 വരെ പഠിച്ചു. അപ്പോൾ അത് ഞങ്ങൾ പറയും എപ്പോഴും മറന്നു പോകാതിരിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഞങ്ങൾ കുറച്ച് കഴിയുമ്പോൾ പുറത്ത് പോകും. അപ്പോൾ ഇനി കഴിക്കാൻ നേരം ഞാൻ വീട്ടിൽ എടുക്കാം. നമ്മൾ ചോറ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ചോറിന് പയറുതോരൻ, മെഴുക്ക് പുരട്ടി, പിന്നെ മുട്ട പൊരിച്ചതുണ്ട്, മീൻകറിയുണ്ട്. വാണിക്കുട്ടനും ഇവിടെ ഉണ്ട്, സന്തോഷ ഇവിടെ ഉണ്ട്. അവൻ മുട്ട മാത്രമേ ഉണ്ട്. നമ്മൾ മുട്ടയും ചമ്മന്തിപ്പൊടി എല്ലാവരും ഉണ്ട്. സനിയമ്മ സനിയമ്മ അടുക്കളയിൽ ചോറെടുക്കുന്നേ ഉള്ളൂ. അപ്പോൾ TVയുടെ സൗണ്ട് ഉണ്ടാവും. അപ്പോൾ ഞാൻ ഇനി കഴിച്ചിട്ട് വീഡിയോ എടുക്കാം. അപ്പോൾ നമ്മൾ ചോറുണ്ട് കഴിഞ്ഞു. ഞങ്ങൾ അവിടെ വന്നിരിക്കുകയാണ്. അമ്മച്ചിയുടെ മുറിയിലാട്ടോ ഞങ്ങൾ ഇരിക്കുന്നത്. ഇവിടെ ആകുമ്പോൾ വെട്ടം കിട്ടും. അവിടെ ജനലാണ്. അപ്പോൾ അവിടുന്ന് നല്ല വെട്ടം കിട്ടും. അതുകൊണ്ട് ഞങ്ങളിവിടെ ഇരിക്കുന്നതാണ്. പിന്നെ ഞങ്ങൾ ഇച്ചിരി നേരം കഴിഞ്ഞ് സിനിമ കാണാൻ പോകുന്നുണ്ട്. അപ്പം ഞാൻ റെഡി ആകുമ്പോഴത്തേക്കും വീഡിയോ എടുക്കാം. അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ വീഡിയോ എടുക്കാം. അപ്പോൾ നമ്മളിതാ ഡ്രസ്സ് മാറി. ഞങ്ങൾ രണ്ട് ഏകദേശം ഒരേപോലത്തെ ഡ്രസ്സ് ഇട്ടു. ഞങ്ങൾക്ക് ഒരേ കളറില്ലാത്തതുകൊണ്ട് ഒരേ പാറ്റേൺ വരുന്ന ഡ്രസ്സ് ഇട്ടത്. അപ്പോൾ ഇനി എനിക്ക് റെഡി ആവണം. ഇവനും കുറച്ചൊക്കെ ടച്ചപ്പ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ ഇനി റെഡിയായി കഴിഞ്ഞിട്ട് കാണാം. അപ്പോൾ നമ്മൾ റെഡിയായി കഴിഞ്ഞു. നമ്മളിപ്പോൾ സ്റ്റെപ്പ് കയറി പൊക്കത്തോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്.
നമുക്ക് തുണി എടുക്കണം. അപ്പോൾ പൊക്കത്താണ് നമ്മുടെ തുണി കിടക്കുന്ന ബാൽക്കണിയിൽ. അപ്പോൾ എടുക്കാറ് ഞാനും മണിക്കൂറിന് റെഡിയായി, സന്തോഷിച്ചാൽ റെഡിയായി. ഞങ്ങൾ 3 പേരും കൂടെയാണ് പോകുന്നത്. സന്തോഷിച്ച പൊക്കത്ത് അവിടെ അതാ. അപ്പോൾ പെട്ടെന്ന് ഇപ്പം നമ്മൾ മൂവിക്കാണ് പോകുന്നത്. ഇപ്പോൾ 3 മണിക്ക് ഇവിടുന്ന് 1:45 ആകുമ്പോൾ ഇറങ്ങും. നല്ല വെയിലാണ് കുറച്ചുകൂടെ. വേണ്ടോ ഇവിടെയാണ് തുണി കിടക്കുന്നത്. നല്ല വെയിലാണ്. പിന്നെ ഞാൻ പോകാൻ നേരം വീഡിയോ എടുക്കാം കേട്ടോ.